സ്തോത്രം. പ്രത്യാശയോടിതാ ഭക്തരൻ ഉണരുന്നേ, വന്നുദിക്കും പൊന്നുഷസി ഓർക്കും തോറും രമ്യം. ലക്ഷ്യമെന്നും കാണുന്നല്ലോ കർത്തൻ തൻ വരവിൽ, നിത്യമായ രക്ഷയെ താൻ പക്ഷമായി നൽകിയിടും. ലക്ഷ്യത്തിൽ സുന്ദരൻ അക്ഷയനാം രക്ഷകൻ, എത്രയും ക്ഷേണത്തിൽ നമ്മെ അക്ഷയരാക്കിയിടും. സ്തോത്രം. വിശുദ്ധ വേദഭാഗം 49 സങ്കീർത്തനം 20 തിരുവചനം. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനത്തിലൂടെ നാം കേട്ടതുപോലെ മാനത്തോടിരിക്കുന്ന ഒരു മനുഷ്യൻ വിവേകഹീനനായാൽ ഒരു മൃഗത്തിന്, നശിച്ചു പോകുന്ന ഒരു മൃഗത്തിന് തുല്യനായി തീരുന്നു. മൃഗം നശിക്കുമ്പോൾ അതോടെ എല്ലാം തീരുന്നു. എന്നാൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവ് തന്ന ദൈവത്തിലേക്ക് മടങ്ങിപ്പോകുന്നു, മറ്റൊരു യാത്ര തുടങ്ങുകയാണ്. ഹല്ലേലൂയ. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ നിൽക്കേണ്ടി വരും. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഹല്ലേലൂയ. മനുഷ്യൻ ജീവനോടെ ഇരിക്കുമ്പോൾ അവരവരുടെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന ദൈവത്തിൻ്റെ വചനം പോലെ ഒരു ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ മനസ്സുണ്ട് എങ്കിൽ ഹല്ലേലൂയ, നാം മാനത്തോടെ ഇരിക്കുന്ന ഒരു മനുഷ്യനായി തീരുവാൻ ഇടയായി തീരും. എന്നാൽ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുമ്പോൾ വിവേകഹീനനായി ഒരു നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനായി തീരുന്നു. ഹല്ലേലൂയ. ആയതിനാൽ ഇന്ന് ആളുകളിൽ ഭയത്തോടെ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുക. 91 സങ്കീർത്തനം പഠിക്കുന്നത് പോലെ, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തുമെന്ന വചനം പോലെ ദൈവത്തോട് പറ്റിയിരിക്കുവാൻ നമ്മെല്ലാം ദൈവം സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.